ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ന്യൂസ് പരക്കുകയാണ്. എല്ലാ PSC ഗ്രൂപ്പുകളിലും ഈ ന്യൂസ് പരന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് PSC പട്ടികകൾ ചെറുതാക്കും, ഒഴിവിന്റെ 10% ഉദ്യോഗാർത്ഥികൾ മാത്രം അധികം. ഇങ്ങനെയാണ് ആ ന്യൂസിന്റെ ഹെഡ്ലൈന്. റാങ്ക് പട്ടിക കാലാവധി 2 വർഷമായി ചുരുക്കും എന്നൊക്കെയാണ് ആ ന്യൂസിൽ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ നേട്ടവും കോട്ടവും എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കുറെ ഉദ്യോഗാർത്ഥികളിൽ നേരിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂസിൽ പറയുന്നത് PSCയുടെ റാങ്ക് പട്ടിക ഇപ്പോഴും 3 വർഷമായിരുന്നു. യൂണിഫോം പോസ്റ്റ് ഒഴികെയുള്ള തസ്തികയ്ക്കെല്ലാം 3 വർഷമായിരുന്നു കാലാവധി. അതുപോലെ തന്നെ ഒഴിവിന്റെ 5 ഇരട്ടിയോളമായിരുന്നു ലിസ്റ്റ് വന്നിരുന്നത്. ഇപ്പൊ അത് ചുരുക്കിയിട്ട് എത്രയാണോ വേക്കൻസി ഉള്ളത്, അതായത് 2 വർഷത്തേക്ക് ആണ് ഇനി ലിസ്റ്റ് വരുന്നത്. ആ 2 വർഷത്തിനുള്ള ആന്റിസിപ്പേറ്റഡ് വേക്കൻസി അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകൾ PSCക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ 10% റാങ്ക് ലിസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് ഈ ന്യൂസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നേട്ടവും കോട്ടവും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ നേട്ടത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു LDC പോലുള്ള ഒരു പരീക്ഷ, അതിൽ ഒരു 1200 അല്ലെങ്കിൽ 1300 പേരുടെ ലിസ്റ്റ് ഇട്ടു എന്ന് കരുതുക. ഓക്കെ, അപ്പം ഒഴിവിന്റെ 5 ഇരട്ടിയോളം ലിസ്റ്റ് ഇട്ടു എന്ന് കരുതുക. ഒരു 1200 പേരുടെ ലിസ്റ്റ് ഇട്ടു. അപ്പം നിങ്ങൾ ഒരാൾ ആ ലിസ്റ്റിൽ 1200 കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ ജോലി കിട്ടുമോ? കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. തിരുവനന്തപുരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റേ. മറ്റുള്ള ജില്ലകളാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത 5-6% മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ലിസ്റ്റിൽ വന്ന് കിടന്നിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. 3 വർഷം നമ്മുടെ പോയി കിട്ടും, ജോലി തൊട്ട് കിട്ടത്തുമില്ല. അതേപക്ഷം ഒരു 2 വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി. അതുപോലെ തന്നെ ഇപ്പൊ ഒഴിവിന്റെ 10% കൂടുതൽ. ഒഴിവിന്റെ 10% എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? LDC പോലുള്ള ഒരു തസ്തികയിൽ 2 വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ PSCക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്തതിന്റെ 10% കൂടുതൽ. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുമ്പോൾ, തിരുവനന്തപുരം ജില്ലയിൽ ഒരു 1000 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 1000ന്റെ 10% ആൾക്കാരെ കൂടുതലിടും. അതായത് 1000ന്റെ 10% എന്ന് പറഞ്ഞാൽ 100 പേര്. അപ്പൊ 1100 പേരുടെ ലിസ്റ്റ് ആയിരിക്കും PSC ഇടുന്നത്. അതാണ് അതിന്റെ. അപ്പൊ 1100 കിടക്കുന്ന ആൾക്കും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 1500 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് 1500 നമ്മൾ കടന്നു കഴിഞ്ഞ് നമുക്ക് ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ 2 വർഷം ലിസ്റ്റിന്റെ കാലാവധി ആകുമ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 1-1.5 വർഷത്തിനകത്ത് വെച്ച് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പുതിയ എക്സാം നടക്കും. അത് വേറൊരു നേട്ടമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ 2 വർഷമാക്കിയാലും അതുപോലെ തന്നെ ലിസ്റ്റിന് പ്രതീക്ഷിത ഒഴിവുകളുടെ ആനുപാതികമായിട്ട് ലിസ്റ്റ് വന്നാലുള്ള ഗുണം. ഇനി ഇതിന്റെ കോട്ടങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ സപ്പോസ് വലിയൊരു ലിസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന ലിസ്റ്റുകളിൽ 3000-ൽ കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റാണ് ഇടുന്നത്. ഓക്കെ, അപ്പം അവർ പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളുടെ 10% കൂടുതലിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ കമ്പനി ബോർഡ് LGSൽ ഒരു 2000 പേരാണെന്ന് വെച്ചു. 2000 പേരുടെ 10%, അതായത് 200. അപ്പൊ 2200 പേരുടെ ലിസ്റ്റ് ആയിരിക്കും ഇവരിടുന്നത്. അതെന്തുകൊണ്ടാണ് ഇപ്പം ലിസ്റ്റ് 3000 വരുന്നത് എന്നുള്ള ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അപ്പൊ 2200 പേരുടെ ലിസ്റ്റാണ് ഇട്ടത്. അപ്പൊ 2200 പേരിൽ ഇതിനകത്ത് NGD വരും. അപ്പൊ ഈ NGD ഇവരിനകത്ത് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ NGD വരുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. നിലവിലുള്ള കമ്പനി ഇപ്പോൾ LGS ആയിരിക്കും തന്നെ. അതിനകത്ത് NGD വേക്കൻസികൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ NGD വേക്കൻസികളും കൂടെ ആനുപാതികമായിട്ട് വേണം ലിസ്റ്റ് ഇടാനായിട്ട്. അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രയോജനമില്ലാതായി പോകും. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കോട്ടമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, 2500 പേരുടെ ലിസ്റ്റ് ഇട്ടാൽ തന്നെയും NGD വരുമ്പോഴത്തേനും വേക്കൻസി അതിൽ കൂടുതൽ വരും. അപ്പോഴേ ആ വേക്കൻസി ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത് പ്രയോജനം ചെയ്യൂ. കാരണം 2500 പേരും ആൾക്കാരെ എടുത്തിട്ട് ലിസ്റ്റ് ക്യാൻസൽ ആവുകയും ചെയ്യും. പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരേ ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അതായത് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LDCയിലും അതുപോലെ തന്നെ VFAയിലും അതുപോലെ തന്നെ LGSലും. അപ്പൊ ഈ 3 ലിസ്റ്റിലും ഉള്ള ആൾക്കാരായിരിക്കും സെയിം ആൾക്കാർ കുറച്ച് പേരുണ്ടാകും. അപ്പൊ ഇവർക്ക് ഒരു ജോലി മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. അവർ മിക്കവാറും ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് LDC ആയിരിക്കും. അപ്പോഴും ബാക്കി 2 പോസ്റ്റിലും, അതായത് LGSലും അതുപോലെ തന്നെ VFAയിലും അത്രയും വേക്കൻസി അവിടെ ഷോർട്ടാവും. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ ആ വേക്കൻസിക്ക് അപ്പം പിന്നെ എന്തോ ചെയ്യും? കുറച്ച് ആൾക്കാർ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ 100 പേരുടെ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 110 പേർ ലിസ്റ്റ് ആയിരിക്കും ഇടുന്നത്. ഈ വേക്കൻസി എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഈ 10 ആകുമോ അതോ അതിൽ കൂടുതലാകുമോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ട്. അതും ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കോട്ടം എന്ന് പറയുന്നത്. അല്ലാതെ നോക്കുമ്പോൾ ഇത് ഏകദേശം നമുക്ക് നല്ലതാണെന്ന് പറയാം. കാരണം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് നല്ലതാണെന്ന് പറയാം. കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നടക്കാം ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ജോലി കിട്ടില്ല. ചുരുക്കിയ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് നമ്മൾ ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും. അതേ തസ്തികയുടെ തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും. നമുക്ക് വീണ്ടും പഠിച്ച് ജോലി പഠിക്കാനുള്ള സാധ്യതയുമുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.